ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആയിട്ടാണ്. വഴുതനങ്ങ ഫ്രൈ എന്ന് പറഞ്ഞാൽ പുച്ചിക്കൊന്നും വേണ്ട കേട്ടോ. പൊരിച്ച മീനോ വെല്ലും ഈ വഴുതനങ്ങ ഫ്രൈ. ഇതിന് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് വഴുതനങ്ങ നമുക്കൊരു മീഡിയം സൈസിൽ വട്ടത്തിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിന് നടുക്ക് കുഞ്ഞതായിട്ട് ഒരു സർക്കിൾ പോലെ ഉണ്ടാക്കിയെടുക്കാം. വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ നടുക്കത്തെ ഭാഗം നമ്മളെടുത്ത് കളയുന്നു. അങ്ങനെയൊന്നും കളയത്തില്ല കേട്ടോ, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ എല്ലാത്തിൻ്റെയും നടുക്ക് ഭാഗം നമുക്ക് എടുക്കാം. ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വഴുതനങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞു വഴുതനങ്ങ ആയാലും നമുക്ക് ഉണ്ടാക്കാൻ കുഴപ്പമില്ല, പക്ഷേ കാണാനൊക്കെ ഒരു സുഖം വലിയ വഴുതനങ്ങയാണെങ്കിൽ. പിന്നെ നടുക്കത്തെ ഭാഗം എല്ലാം ഞാൻ കുഞ്ഞതായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു സവോളയും കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 2 മുട്ട എടുക്കുക. അതിലേക്ക് ലേശം കുരുമുളക് പൊടി, ലേശം ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലതായിട്ട് ഇളക്കുക. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിനെ നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും വഴുതനങ്ങയുടെ നടുക്കത്തെ ഭാഗം കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇടാം. നല്ല കളർഫുള്ളൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് കുഞ്ഞതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ചേർത്താലും നല്ലതാണ്. ഞാൻ അത് രണ്ടും ഇതിൻ്റെ അകത്ത് ചേർക്കാത്തതെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എങ്ങനെ നല്ലൊരു ടേസ്റ്റി സൈഡ് ഡിഷ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ ഉരുളക്കിഴങ്ങിനെയും ക്യാരറ്റിനെയും അങ്ങ് മാറ്റി നിർത്തിയത്. പക്ഷെ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ മസാല പൊടികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തിപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫ്ലേവർ മാറ്റാം. എനിക്ക് അധികം എരി വേണ്ട, അതുകൊണ്ടാണ് 1 ടീസ്പൂണിൽ നിർത്തിയത്. പിന്നെ മുളക് പൊടി ഇടണ്ട, കളർ മാറുന്നുണ്ടെങ്കിൽ പച്ചമുളക് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഇതൊന്ന് മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയിലേക്ക് ആ മിക്സ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങയില്ലേ, അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടലമാവും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരുപാടൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ, അതിലേക്കുള്ള എണ്ണയൊന്നും ആവശ്യമില്ല. മുക്കി പൊരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ. എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ എടുത്ത് വയ്ക്കുക. അത് ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് അപ്പം തന്നെ നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് എല്ലാം കൂടെ ഇട്ട് വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് എടുത്ത് ആ വട്ടത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മുട്ട ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഓൾറെഡി കുക്ക്ഡായ സാധനങ്ങളായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇട്ട് ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ എടുത്ത് തിരിച്ചിടാം. കണ്ടോ, പെട്ടെന്നാവും, 1 മിനിറ്റ് വല്ലതും മതി. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണ്. എല്ലാവരും നല്ല മണമാണ് പൊരിക്കുമ്പോഴത്തേക്ക് വരുന്നത്. എൻ്റെ ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.